നമസ്കാരം. തലമുറകളുടെ ആത്മാഭിമാനത്തെയും രാജ്യത്തിന്റെ ചരിത്രവേദനയെയും ഒരുമിച്ച് ഓർമ്മിപ്പിക്കുന്ന ഒരു പേരാണ് കോഹിനൂർ. ഇന്ത്യയുടെ മണ്ണിൽ ജനിച്ച് ഇന്ത്യയുടെ രാജാക്കന്മാരുടെ കിരീടങ്ങളിൽ പ്രകാശിച്ച, എന്നാൽ കൊളോണിയൽ കൊള്ളയുടെ ഭാഗമായി ബ്രിട്ടൻ കവർന്നെടുത്ത ആ അമൂല്യ രത്നം ഇത് വെറും വജ്രമല്ല, ഇന്ത്യയുടെ ആത്മാവിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ കോഹിനൂർ തിരികെ ഇന്ത്യയിലേക്ക് എത്തിക്കണം എന്ന ആവശ്യം ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമല്ല, ഒരു ദേശീയ വികാരമാണ്. ആ വികാരത്തിന് ശബ്ദം നൽകിയ നേതാവാവുകയാണ് നരേന്ദ്രമോദി. നൂറ്റാണ്ടുകൾ നീണ്ട ബ്രിട്ടീഷ് ഭരണത്തിനിടയിൽ ഇന്ത്യയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയ അമൂല്യമായ നിധികൾ തിരികെ എത്തിക്കാൻ ഇന്ത്യ ഒരുങ്ങുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ നയതന്ത്ര നീക്കം ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വീണ്ടെടുക്കൽ ശ്രമമായാണ് വിലയിരുത്തപ്പെടാൻ പോകുന്നത്. ഈ ആവശ്യങ്ങളുടെ എല്ലാം കേന്ദ്രബിന്ദു ലോക പ്രശസ്തമായ കോഹിനൂർ രത്നമാണ്. നിലവിൽ ബ്രിട്ടീഷ് രാജകുടുംബത്തിന്റെ കൈവശമുള്ള ഈ രത്നം ഇന്ത്യയുടെ പരമാധികാരത്തിന്റെയും ചരിത്രത്തിന്റെയും പ്രതീകമായാണ് കണക്കാക്കപ്പെടുന്നത്. എലിസബത്ത് രാജ്ഞിയുടെ കിരീടത്തിൽ ഉണ്ടായിരുന്ന കോഹിനൂർ രത്നം തിരികെ ലഭിക്കുക എന്നത് ഓരോ ഇന്ത്യക്കാരന്റെയും വികാരമായി മാറിയിരിക്കുകയാണ്. കോഹിനൂറിന് പുറമെ ബ്രിട്ടീഷ് മ്യൂസിയത്തിലും ലണ്ടനിലെ വിക്ടോറിയ ആൻഡ് ആൽബർട്ട് മ്യൂസിയത്തിലുമായി സൂക്ഷിച്ചിരിക്കുന്ന ആയിരക്കണക്കിന് ഇന്ത്യൻ കരകൗശല വസ്തുക്കളും വിഗ്രഹങ്ങളും തിരികെ കൊണ്ടുവരാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. അമരാവതി മാർബിളുകൾ, സുൽത്താൻഗഞ്ച് ബുദ്ധൻ തുടങ്ങിയ അമൂല്യ ശേഖരങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ഇവയെല്ലാം ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി എന്ന വ്യാജേനയോ കൊള്ളയടിച്ചോ കൊണ്ടുപോയതാണ് എന്ന് ഇന്ത്യ വാദിക്കുന്നു. കൊളോണിയൽ ഭരണത്തിന്റെ ബാക്കി പത്രങ്ങൾ മായ്ച്ചു കളയുക എന്നത് മോദി സർക്കാരിന്റെ പ്രധാന അജണ്ടകളിൽ ഒന്നാണ്. നമ്മുടെ ദൈവങ്ങളെയും ചരിത്രത്തെയും തിരികെ കൊണ്ടുവരിക എന്നത് നീതിയുടെ പ്രശ്നമാണ്. അത് കേവലം വസ്തുക്കളുടെ കൈമാറ്റമല്ല എന്ന് ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. സാംസ്കാരിക മന്ത്രാലയം ഇതിനായി വിപുലമായ നയതന്ത്ര പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. ബ്രിട്ടനുമായുള്ള വ്യാപാര കരാറുകളിലും നയതന്ത്ര ചർച്ചകളിലും ഈ വിഷയം ഇന്ത്യ ശക്തമായി ഉന്നയിക്കുന്നുണ്ട്. ചരിത്രപരമായ ഈ നീക്കം വിജയിച്ചാൽ അത് വരും തലമുറയ്ക്ക് തങ്ങളുടെ പൈതൃകത്തെ നേരിട്ട് കാണാനുള്ള അവസരമൊരുക്കും. ഇന്ത്യ ഇതുവരെ കണ്ട പല ഭരണാധികാരികളും കോഹിനൂറിനെ കുറിച്ച് സംസാരിച്ചു. പക്ഷേ സംസാരവും പ്രവൃത്തിയും തമ്മിലുള്ള വ്യത്യാസമാണ് മോദിയെ വേറിട്ടു നിർത്തുന്നത്. ചരിത്രനീതി എന്ന ആശയം അന്താരാഷ്ട്ര തലത്തിൽ ആത്മവിശ്വാസത്തോടെ ഉയർത്തിപ്പിടിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞത് മോദി ഭരണകാലത്താണ്. ഇന്ത്യ ഇനി അപേക്ഷിക്കുന്ന രാജ്യമല്ല, അവകാശം ഉറച്ച ശബ്ദത്തിൽ ആവശ്യപ്പെടുന്ന രാജ്യമാണ് എന്ന സന്ദേശം ലോകത്തിന് നൽകിയത് അദ്ദേഹത്തിന്റെ നയങ്ങളിലൂടെയാണ്. കോഹിനൂറും അതിന്റെ ഭാഗമാണ്. മോദിയുടെ വിദേശ നയം ബലഹീനത നയതന്ത്രമല്ല, മറിച്ച് ആത്മാഭിമാന നയതന്ത്രമാണ്. ബ്രിട്ടനോടുള്ള ബന്ധത്തിൽ പോലും ഇന്ത്യ സമത്വത്തിന്റെ ഭാഷയിലാണ് സംസാരിക്കുന്നത്. കൊളോണിയൽ കാലത്തെ അനീതികളെ തുറന്നു പറയാൻ മടിയില്ലാത്ത ഭരണാധികാരിയാണ് മോദി. ലോകത്തിന്റെ വിവിധ വേദികളിൽ അദ്ദേഹം അത് വ്യക്തമാക്കിയിട്ടുമുണ്ട്. ചരിത്രത്തിലെ മോഷണങ്ങൾ ന്യായീകരിക്കപ്പെടാൻ പാടില്ല, അവ തിരുത്തപ്പെടണം. കോഹിനൂർ വിഷയത്തിൽ ഇതൊരു വൈകാരിക പ്രസ്താവന മാത്രമല്ല, ഇത് ചരിത്ര നീതിയുടെ ആവശ്യമാണ്. നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന കാലത്ത് കോഹിനൂർ ഇന്ത്യയുടെ ദേശീയ അജണ്ടയിൽ നിന്ന് ഒരിക്കലും അപ്രസക്തമാവില്ല. കാരണം അദ്ദേഹത്തിന് ഇത് രാഷ്ട്രീയ ലാഭത്തിന്റെ വിഷയം മാത്രമല്ല, ഇത് ഇന്ത്യയുടെ ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാണ്.